നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രായേൽ സഖ്യവും തമ്മിലെ യുദ്ധം ഗൾഫ് രാജ്യങ്ങൾ കടന്ന് ഏഷ്യയുടെ തെക്കേ അറ്റത്തേക്കും പടർന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശ്രീലങ്കൻ തീരത്തിന് സമീപം മുങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലായ IRIS ഡെന തകർന്നത് അന്തർവാഹിനി ആക്രമണത്തിലെന്ന് റിപ്പോർട്ട്. കപ്പലിലുണ്ടായിരുന്ന 100-ലധികം പേരെ കാണാതായതായാണ് വിവരം. ശ്രീലങ്കൻ സമുദ്രപരിധിക്ക് തൊട്ടുപുറത്ത് ബുധനാഴ്ചയാണ് സംഭവം നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വഴിയാണ് ഇറാൻ കപ്പലിന് നേരെ ഈ ഒരു ആക്രമണം അരങ്ങേറിയത്. ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലും മിലൻ നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത ശേഷമാണ് IRIS ഡെന ഇറാനിലേക്ക് മടങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ ശ്രീലങ്കയുടെ തെക്കൻ മേഖലയായ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. അന്തർവാഹിനിയാണ് കപ്പലിനെ ആക്രമിച്ചതെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. തങ്ങൾ അന്തർവാഹിനി ആക്രമണത്തിന് ഇരയായെന്ന അപായ സന്ദേശം മുങ്ങുന്നതിന് മുമ്പ് കപ്പലിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്കുള്ള മടക്കയാത്രയിലാണ് ബുധനാഴ്ച പുലർച്ചെ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ തെക്കൻ മേഖലയായ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സഞ്ചാരപാതയിലാണ് സംഭവം. ഇത് ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്ക് തൊട്ടടുത്താണ്. അപകടത്തെപ്പറ്റി കപ്പലിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ശ്രീലങ്കൻ നേവിയുടെ കപ്പലും യുദ്ധവിമാനങ്ങളും ശ്രീലങ്കൻ എയർഫോഴ്സും ചേർന്ന കപ്പലിൽ നിന്നും സൈനികരെ രക്ഷിച്ചു. ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രം ആഗോള ശക്തികളുടെ യുദ്ധവേദിയായി മാറുന്നു. കരയിൽ നിന്നും ആകാശത്തു നിന്നുള്ള യുദ്ധം ഇപ്പോൾ കടലിലേക്കും നീങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇതോടുകൂടി തന്നെ പുറത്തു വരുന്നത്. അന്തർവാഹിനി ആക്രമിച്ചു മുക്കിയത് മേഖലയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു സൈനിക നീക്കമെന്നും അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഭാഗമായി MK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് കപ്പൽ തകർത്തതെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സേത്ത് വെളിപ്പെടുത്തി. ആക്രമണത്തിൽ 80 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാന്റെ വ്യോമ നാവിക പാതകളുടെ നിയന്ത്രണം ഇസ്രായേൽ സഖ്യം ഏറ്റെടുത്തതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. 180 ജീവനക്കാരുണ്ടായിരുന്ന IRIS ഡെന എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത്. ആക്രമണം ശ്രീലങ്കൻ നാവികസേന സ്ഥിരീകരിച്ചു. ആക്രമിച്ചത് അന്തർവാഹിനി എന്നാണ് റിപ്പോർട്ട്. കപ്പൽ അപകടത്തിലാണെന്ന വിവരമാണ് ശ്രീലങ്കൻ നാവികസേനയ്ക്ക് ലഭിച്ചെന്നും നാവികസേനയും വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിന് കപ്പലുകളും വിമാനങ്ങളും അയച്ചുവെന്നും വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പാർലമെന്റിൽ അറിയിച്ചു. ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ നിന്ന് 101 പേരെ കാണാതായതായും 78 പേർക്ക് പരിക്കേറ്റതായും ശ്രീലങ്കൻ നാവികസേനയെയും പ്രതിരോധ മന്ത്രാലയത്തെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തു. കപ്പലിൽ നിന്ന് ലഭിച്ച അപായ സന്ദേശത്തെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 32 നാവികരെ ശ്രീലങ്കൻ സൈന്യം രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പാർലമെന്റിനെ അറിയിച്ചു. തെക്കൻ ശ്രീലങ്കയിലെ ഗാലെ തീരത്ത് വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. പരിക്കേറ്റവരെ ഗാലയിലെ നാഷണൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി പരിസരത്തും ഗാലയിലെ സൗത്ത് നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിടെ മേഖലയിൽ യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇറാൻ-ഇസ്രായേൽ US സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം. അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. തെക്കൻ ഗാലയിലെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിലും ആശുപത്രി പരിസരത്തും ശ്രീലങ്ക അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ഉപയോഗിക്കാവുന്ന മിസൈലായ ടോർപിഡോ ഉപയോഗിച്ചാണ് ഇറാനിയൻ കപ്പൽ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. അന്തർവാഹിനിയുടെ പെരിസ്കോപ്പിലൂടെ പകർത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങൾ തത്സമയം അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ തത്സമയം പുറത്തുവിടുന്നത് അപൂർവമാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഒരു അന്തർവാഹിനി ജലനിരപ്പിന് തൊട്ടു താഴെയായി സഞ്ചരിക്കുന്ന പെരിസ്കോപ്പ് ഡെപ്തിലായിട്ട് പോലും ഇറാനിയൻ കപ്പലിന് US അന്തർവാഹിനിയെ കണ്ടെത്താനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് US വാഹിനികളുടെ തന്ത്രപരമായ മികവായാണ് കണക്കാക്കുന്നത്. വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന അന്തർവാഹിനിയിൽ നിന്നും ടോർപിഡോ വിക്ഷേപിക്കുന്നു. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ ടോർപിഡോ കപ്പലിലെ ലക്ഷ്യം വെച്ച് നീങ്ങി കപ്പലിന്റെ അടിയിലെത്തിയ ശേഷം പൊട്ടിത്തെറിക്കുന്നു. സ്ഫോടനത്തിൽ അടിഭാഗം തകർന്ന കപ്പൽ നശിക്കുന്നു. ജലബോംബ് എന്നറിയപ്പെടുന്ന ഈ മിസൈലിന്റെ ലക്ഷ്യം പാളിയാലും തിരികെ വന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള മാർക്ക് 48 ടോർപിഡോയാണ് ഇറാനെതിരെ ഉപയോഗിച്ചത്. 6 മീറ്റർ നീളവും 1558 കിലോ ഭാരവുമുണ്ട്. പ്രത്യേക സോണാർ സെൻസർ സംവിധാനങ്ങളുള്ള ഇവ 8 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കും. മിലാൻ 2026 പങ്കെടുക്കാനായി ഐറിസ് ധേന ഇന്ത്യയിലേക്ക് വരുന്ന പാത അമേരിക്കൻ അന്തർവാഹിനി നിരീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് US ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നതെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നു. ഇറാന്റെ നാവികസേനയെ തുടച്ചു നീക്കി എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹെഗ്സെത്ത് പറയുന്നു. സംഘർഷം ഉറങ്ങുന്നത് കടലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലായി 2000ഓളം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം. ഇതിനോടകം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ വിവിധ ആക്രമണങ്ങളിലും 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ഒമാൻ തീരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. നിലവിൽ ഹോർമുസ് മേഖലയിലുള്ള 37 ഇന്ത്യൻ കപ്പലുകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ നാവികരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രപാതകളിലെ ഈ അശാന്തി സാമ്പത്തികമായും സുരക്ഷാപരമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശ്രീലങ്കൻ തീരത്ത് വെച്ചാണ് US അന്തർവാഹിനി ഐറിസ് ധനയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലും മിലൻ നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു കപ്പൽ. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. തങ്ങളാണ് ഇറാന്റെ കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആക്രമിച്ചതെന്ന് ഔദ്യോഗികമായി തന്നെ US പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. OMK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പൽ ആക്രമിച്ചു മുക്കുന്നതിന്റെ ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു യുദ്ധക്കപ്പൽ മുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കപ്പലിനെയല്ല ഇത്തരത്തിൽ ആക്രമിച്ച് മുക്കിക്കളഞ്ഞത് എന്നതാണ് ശ്രദ്ധേയം.